ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ വടയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടാണ് ഇതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് രണ്ടാക്കി മുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ചെറുതാക്കി നുറുക്കിയത്, 2 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി അതും ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ആയാലോ കുഴപ്പമില്ല. ഞാൻ 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്രെഡ് പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇനി ഇതൊന്ന് വടേൻ്റെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ചെറിയ വടയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനൊരു വട ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരു കുട്ടി വട. അപ്പോൾ ഇതുപോലൊരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് വടേൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. എന്നിട്ട് ഞാൻ ബ്രെഡ് ക്രംസിലാണ് കേട്ടോ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി, അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ബ്രെഡ് ക്രംസ് മാത്രമേ ഉള്ളൂ ഒരു കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മൈദമാവിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കലക്കിയെടുത്ത് അതിലും ഡിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ബ്രെഡ് ക്രംസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബാക്കിയുള്ള മാവൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ എല്ലാതും അങ്ങനെ വട ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊട്ടറ്റോ ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് മൂക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളിലൊന്നും വേവാതായിട്ട് വരും. അപ്പോൾ സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. ഇതൊരു സൈഡായാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ലൊരു മണം വരുന്നുണ്ട്. എണ്ണയിലിടുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊരു സൈഡ് ആയാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്.
അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ഈ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്